ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഉള്ളത് നിലമ്പൂരാണ്. ഇപ്പൊ നിലമ്പൂരിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണം കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങൾ, ഏത് ക്ലൈമറ്റിൽ നമുക്ക് വരാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് തന്നെ ഈ നിലമ്പൂർ കേട്ടോ. നമ്മൾ നിലമ്പൂർ വന്നതിന് ശേഷം ഇപ്പൊ കനോലി എക്കോ ടൂറിസം സെന്റർ എന്ന് പറയുന്ന ഈ സെന്റർ ഈ ഭാഗത്തേക്ക് പോകാം. കനോലി എക്കോ ടൂറിസത്തിന്റെ ഉള്ളിൽ എന്താ നമുക്ക് പോയി നോക്കാം. അപ്പൊ നേരെ ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എന്ന് പറഞ്ഞ കൗണ്ടർ നമുക്ക് കാണാം. ടിക്കറ്റ് 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് കേട്ടോ. കുട്ടികൾക്ക് 15 രൂപയാണ് വരുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു മാപ്പ് കാര്യങ്ങൾ, നമ്മൾ പോകാനുള്ള വഴി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ കാണാം. അപ്പൊ ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഭരണത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തേക്ക് കാര്യങ്ങളെല്ലാം മുറിച്ച് കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു ഗോഡൌൺ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അതിന്റെ മുറിക്കുന്ന കട്ടിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വർക്ക്ഷോപ്പ് ഏരിയ ആണിത്. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് ഈ ഫോറസ്റ്റിന്റെ ഉൾഭാഗത്തിൽ കൂടെ നമുക്ക് പോവാം. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക കേട്ടോ. നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണുന്നതിന് തൊട്ട് മുന്നേ തന്നെയാണ്. നിലമ്പൂർ വന്നു തന്നെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ മരങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ കാട്ടിലൂടെ വളരെ ശാന്തമായ ഈ വനത്തിന്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര എല്ലാ തിരക്കുകളിൽ നിന്ന് ഒന്ന് റിലാക്സ് ആകാനെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. നല്ല ക്ലൈമറ്റ് കാര്യങ്ങളാണ്, ചെറിയ ഇടം തണുപ്പുണ്ട്. ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടന്ന് നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ചാലിയാർ പുഴയിലേക്ക് സ്വാഗതം പറയുന്ന ഒരു ബോർഡാണ് കേട്ടോ. അപ്പൊ ഈ ചാലിയാർ പുഴയുടെ ഭാഗത്തേക്ക് നമ്മൾ നേരെ കയറി പുഴയുടെ തീരത്തേക്ക് പോകാൻ വെച്ചാൽ, അപ്പൊ പുഴയുടെ തീരത്തിൽ പോകുന്ന വഴിക്ക് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്നാക്സ് എല്ലാം കിട്ടുന്ന ഒരു ചെറിയ കട കാര്യങ്ങളുണ്ട് കേട്ടോ. ചെറിയ അവിടെ ഇരുന്നതിന് ശേഷം നേരെ നമ്മൾ ചാലപ്പുഴയുടെ തീരത്ത് പോയിട്ടുണ്ട്. പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് കർശന നിർദ്ദേശമാണ് കേട്ടോ. വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാലപ്പുഴ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, മഴ മാറി നിൽക്കുന്നതുകൊണ്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ പണ്ട് ഈ ചാലപ്പുഴയുടെ കുറുകെ നിർമ്മിച്ച ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രളയത്തിൽ ആ തൂക്കുപാലം ഒഴുകിപ്പോയി എന്നാണ് ഇവിടുത്തെ അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പല ഓഫീസർമാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വന്നപ്പോൾ ജങ്കാർ സർവീസ് ഉണ്ടെന്ന് കേട്ടു. അപ്പൊ നമ്മൾ ജങ്കാർ സർവീസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവിടെ ഓഫീസ് അറിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു ബോർഡ് സെറ്റ്, വിവിധതരം പക്ഷികളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതേപോലെ നിങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ജങ്കാർ സർവീസ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു നമുക്ക് ബോർഡ് കാണാം, ജങ്കാറിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ജങ്കാർ അന്ന് ഓപ്പൺ അല്ല, ഇതിന് സർവീസ് ഇല്ല. അപ്പൊ അവിടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ആണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ നേരെ ഇനി പുറത്തിലേക്കാണ്. അപ്പൊ പുറത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വന്യമൃഗങ്ങൾ ഉള്ളതാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ. ഇന്നത്തെ നിലമ്പൂരിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതേപോലെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. ഓക്കെ, ബൈ.